ഓക്കെ സ്റ്റുഡൻസ്, നമ്മളപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ അന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് പവർ പോയിൻ്റ് പ്രസൻറ്റേഷൻ എന്നും എങ്ങനെയാണ് ഇതിൻ്റെ ഓവർവ്യൂ എന്നുള്ളതും ഇതിനകത്തുള്ള കാര്യങ്ങൾ, അതായത് നമ്മൾ എന്തൊക്കെയാണ് പവർ പോയിൻറ്റിനകത്ത് വരുന്നത് എന്നുള്ള ടോപ്പിക്സ് എല്ലാം നമ്മൾ എന്ത് ചെയ്തായിരുന്നു ആദ്യത്തെ ക്ലാസ്സിൽ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്രിയേറ്റിംഗ് ആൻഡ് ഓപ്പണിംഗ് പ്രസൻറ്റേഷൻ എന്നുള്ളൊരു പോർഷനാണ്. എന്താണ് പവർ പോയിൻ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഒരു പവർ പോയിൻ്റ് ക്രിയേറ്റ് ചെയ്തത് ഓപ്പൺ ചെയ്യേണ്ടത് എന്നൊക്കെ ഉള്ളതാണ് ഈ ടോപ്പിക്കിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. ക്രിയേറ്റിംഗ് എ ന്യൂ പ്രസൻറ്റേഷൻ ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ബേസിക് ഫംഗ്ഷൻ യു നീഡ് ടു നോ. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും ബേസിക് ആയിട്ടുള്ളൊരു കാര്യമാണ് എങ്ങനെയാണ് പവർ പോയിൻ്റ് പ്രസൻറ്റേഷൻ ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത്. യു ക്യാൻ ക്രിയേറ്റ് ന്യൂ ബ്ലാങ്ക് പ്രസൻറ്റേഷൻ. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിനകത്ത് ഓൾറെഡി ഒരു ബ്ലാങ്ക് പ്രസൻറ്റേഷനും ക്രിയേറ്റ് ചെയ്യാം. അല്ലാതെ തന്നെ ഓർ ക്രിയേറ്റ് എ ന്യൂ പ്രസൻറ്റേഷൻ ബേസ്ഡ് ഓൺ ടെംപ്ലേറ്റ്സ് യൂസ് ചെയ്ത് നിങ്ങൾക്കൊരു പുതിയ പ്രസൻറ്റേഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ടെംപ്ലേറ്റ്സ് എന്താണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവർ പറയുന്നത് ഒന്നുകിൽ നമുക്ക് ബ്ലാങ്ക് പ്രസൻറ്റേഷൻ യൂസ് ചെയ്ത് പവർ പോയിൻ്റ് ക്രിയേറ്റ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ടെംപ്ലേറ്റ്സ് യൂസ് ചെയ്തിട്ടും പവർ പോയിൻ്റ് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. ടു സ്റ്റാർട്ട് മൈക്രോസോഫ്റ്റ് പവർ പോയിൻ്റ് പ്രോഗ്രാം ഇൻ വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, നാവിഗേറ്റ് ടു start and type the program name PowerPoint. Then from the list menu, select the PowerPoint program to open a new MS PowerPoint presentation file directly from the list. ഇതിനകത്ത് പറയുന്നത് എങ്ങനെയാണ് പവർ പോയിൻ്റ് ഓപ്പൺ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം എങ്ങനെയാണ് പവർ പോയിൻ്റ് ഓപ്പൺ ചെയ്യേണ്ടത്. ഇപ്പോൾ ഈ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്ന പവർ പോയിൻ്റ് നമുക്ക് ക്ലോസ് ചെയ്തിട്ട് ഒന്നുകൂടെ നോക്കാം എങ്ങനെയാണ് പവർ പോയിൻ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്ന്. ആദ്യം നമ്മൾ സ്റ്റാർട്ട് ബട്ടണിലേക്ക് നമ്മുടെ മൗസ് പോയിൻ്ററിനെ കൊണ്ടുവരിക, എന്നിട്ട് അതിലേക്ക് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിങ്ങനെ കുറച്ച് ഓപ്ഷൻസ് കാണാൻ പറ്റും. അതിൽ നിന്ന് താഴേക്ക് ജസ്റ്റ് സ്ക്രോൾ ചെയ്തിട്ട് എന്ത് ചെയ്യണം, മൈക്രോസോഫ്റ്റ് ഓഫീസ് ഉണ്ടോ എന്ന് നോക്കുക. മൈക്രോസോഫ്റ്റ് ഓഫീസിൽ നിന്ന് മൈക്രോസോഫ്റ്റ് പവർ പോയിൻ്റ് എന്നുള്ള ഓപ്ഷൻ എന്ത് ചെയ്യണം, ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഡയറക്റ്റ് ഇവിടെ ടൈപ്പ് ഹിയർ ടു സെർച്ച് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണും. അവിടെ വന്ന് പവർ പോയിൻ്റ് എന്ന് ടൈപ്പ് ചെയ്താൽ എന്ത് കിട്ടും, പവർ പോയിൻ്റ് പ്രസൻറ്റേഷൻ കാണാൻ പറ്റും. നമുക്ക് അതിൻ്റെ ഒരു ഐക്കണും അതിൻ്റെ അടുത്ത് തന്നെ പവർ പോയിൻ്റ് എന്ന് നമുക്കെന്തോ ടെക്സ്റ്റിൽ എഴുതിയിട്ടുണ്ട്. ഇതൊന്ന് ഡബിൾ ക്ലിക്ക് ചെയ്താൽ എന്ത് സംഭവിക്കും, നമ്മുടെ പവർ പോയിൻ്റ് ഓപ്പണായി വരാൻ തുടങ്ങും. ഇങ്ങനെയാണ് നമ്മൾ പവർ പോയിൻ്റ് പ്രസൻറ്റേഷൻ ഓപ്പൺ ചെയ്യുന്നത്. ഓപ്പൺ ചെയ്ത് വരുമ്പോൾ ഉള്ള ഒരു ബാക്ക് സ്റ്റേജ് വ്യൂ ആണിത്. ഇവിടെ നമ്മൾ ഹോം എന്നുള്ളത് സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും ഹോമല്ല, ബ്ലാങ്ക് പ്രസൻറ്റേഷൻ, ഇവിടെ ഇതാണ് നമുക്ക് ഓപ്പണായി വരുന്ന ഇൻ്റർഫേസ്. ഇവിടെ നിന്ന് എന്ത് ചെയ്യുക, ബ്ലാങ്ക് പ്രസൻറ്റേഷൻ എന്നുള്ളത് സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും ഡയറക്റ്റ്ലി നമ്മൾ എപ്പോഴും കാണുന്ന ആ ഒരു സ്ക്രീനിലേക്ക് പോകും. വൺസ് യു ഓപ്പൺ ദ MS PowerPoint program, you will be able to create a new presentation, choose a template and access your recently edited presentation ഫയൽസ്. നിങ്ങൾ ഒരിക്കൽ MS PowerPoint എന്ന് പറയുന്ന പ്രോഗ്രാം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പുതിയ പ്രസൻറ്റേഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, ടെംപ്ലേറ്റ്സ് ചൂസ് ചെയ്യാൻ പറ്റും. അതുകൂടാതെ നിങ്ങൾ റീസെൻ്റ്ലി എഡിറ്റ് ചെയ്ത പ്രസൻറ്റേഷൻ ഫയൽസൊക്കെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് പിന്നെയും എടുത്ത് നോക്കാനായിട്ട് പറ്റും. Choose the blank presentation option to create a new presentation and access the PowerPoint presentation interface. ഞാൻ പറഞ്ഞതുപോലെ ഇവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബ്ലാങ്ക് പ്രസൻറ്റേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന പ്രസൻറ്റേഷൻ്റെ ഫോർമാറ്റിലേക്ക് എന്ത് ചെയ്യും, നമ്മളെ ഈ ഒരു ആപ്പ് കൊണ്ട് എത്തിക്കുന്നതാണ്. അടുത്തത്, യു ക്യാൻ ക്രിയേറ്റ് എ ന്യൂ ബ്ലാങ്ക് പ്രസൻറ്റേഷൻ ഫയൽ while inside the MS PowerPoint interface using other options. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബ്ലാങ്ക് പ്രസൻറ്റേഷൻസ് you can also create a new blank presentation file inside the MS PowerPoint interface using other options. നിങ്ങൾ മറ്റു ഓപ്ഷൻസ് യൂസ് ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൻ്റെ ഇൻ്റർഫേസിലേക്ക് കയറാൻ പറ്റും. ജസ്റ്റ് Ctrl+N എന്നൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, പുതിയ പവർ പോയിൻ്റ് പ്രസൻറ്റേഷൻ, അതായത് ബ്ലാങ്ക് പ്രസൻറ്റേഷൻ എന്ന സ്ക്രീനിലേക്ക് തന്നെ നിങ്ങളെത്തും. അതാണ് നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത്. ടു ക്രിയേറ്റ് എ ബ്ലാങ്ക് പ്രസൻറ്റേഷൻ, എങ്ങനെയാണ് നിങ്ങൾക്കൊരു ബ്ലാങ്ക് പ്രസൻറ്റേഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, സെലക്ട് ദ ഫയൽ ടാബ് ആൻഡ് ദ ബാക്ക്ഗ്രൗണ്ട് വ്യൂ.
വിൽ അപ്പിയർ. നമ്മളിവിടുന്ന് ഫയൽ ടാബിനെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ എന്ത് ചെയ്യും, നമ്മൾ ബാക്ക്ഗ്രൗണ്ട് വ്യൂ, ഈ കാണുന്ന ഒരു വ്യൂവിനെയാണ് നമ്മളെപ്പോഴും ബാക്ക്ഗ്രൗണ്ട് വ്യൂ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് വ്യൂവിലാണ് നിൽക്കുന്നത്. എന്നിട്ട് എന്ത് ചെയ്യുക, സെലക്ട് ന്യൂ ആൻഡ് ദെൻ ക്ലിക്ക് ദ ബ്ലാങ്ക് പ്രസൻറ്റേഷൻ. ഇവിടെ വന്ന് ന്യൂ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ന്യൂ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് വരും, ബ്ലാങ്ക് പ്രസൻറ്റേഷനും വന്നിട്ടുണ്ട്. അതിൻ്റെ കൂടാതെ കുറച്ച് ടെംപ്ലേറ്റ്സും നമുക്കിവിടെ ഓൾറെഡി കാണാൻ പറ്റും. അപ്പോൾ ഇവിടുന്ന് ബ്ലാങ്ക് പ്രസൻറ്റേഷൻ സെലക്ട് ചെയ്താൽ എങ്ങോട്ടേക്ക് പോകും, ബ്ലാങ്ക് പ്രസൻറ്റേഷൻ എന്നുള്ളൊരു സ്ക്രീനിലേക്ക് പോകും. അല്ലാന്നുണ്ടെങ്കിൽ അവർ വേറൊരു ഓപ്ഷനും കൂടെ പറയുന്നുണ്ട്. എ ന്യൂ ബ്ലാങ്ക് പ്രസൻറ്റേഷൻ ഫയൽ വിൽ അപ്പിയർ. You can create a blank presentation file using shortcut key Ctrl+N. ഇത് കൂടാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, Ctrl+N എന്ന് പറയുന്ന ഒരു ഷോർട്ട് കട്ട് കീ. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. കൺട്രോളും എന്നും ഞാൻ ഒരുമിച്ച് പ്രസ് ചെയ്യാണ്. അപ്പോൾ എന്ത് ചെയ്തു, ഒരു ബ്ലാങ്ക് പ്രസൻറ്റേഷനിലേക്ക് വന്നെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ബ്ലാങ്ക് പ്രസൻറ്റേഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, ഫയൽ ടാബിലേക്ക് പോവുക. അവിടെ നിന്ന് ബ്ലാങ്ക് പ്രസൻറ്റേഷൻ ഡയറക്റ്റ്ലി സെലക്ട് ചെയ്യാൻ പറ്റും. ന്യൂ എന്നുള്ളത് സെലക്ട് ചെയ്തിട്ട് ബ്ലാങ്ക് പ്രസൻറ്റേഷൻ സെലക്ട് ചെയ്യാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നേരത്തെ പറഞ്ഞതുപോലെ Ctrl+N കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും, ഡയറക്റ്റ്ലി ഒരു പ്രസൻറ്റേഷൻ സ്ക്രീനിലേക്ക് നമുക്ക് എത്താൻ പറ്റും. അടുത്തത് ടു ഓപ്പൺ ആൻ എക്സിസ്റ്റിംഗ് പ്രസൻറ്റേഷൻ. നമ്മൾ ഓൾറെഡി ചെയ്ത് വെച്ചിരുന്ന ഒരു പ്രസൻറ്റേഷനെ നമുക്ക് ഓപ്പൺ ചെയ്ത് കാണണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻ അഡീഷൻ ടു ക്രിയേറ്റിംഗ് എ ന്യൂ പ്രസൻറ്റേഷൻ യു വിൽ ഓഫൻ നീഡ് ടു ഓപ്പൺ എ പ്രസൻറ്റേഷൻ ദാറ്റ് വാസ് പ്രീവിയസ്ലി സേവ്ഡ്. നിങ്ങൾ ഇതിനു മുമ്പ് സേവ് ചെയ്തിരുന്ന ഒരു പ്രസൻറ്റേഷൻ നിങ്ങൾക്ക് എടുത്ത് കാണണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും, ഫോർ ദിസ് നാവിഗേറ്റ് ദ ബാക്ക് സ്റ്റേജ് വ്യൂ. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ബാക്ക് സ്റ്റേജ് വ്യൂവിലേക്ക് പോവുക. ബാക്ക് സ്റ്റേജ് വ്യൂവിൽ പോവാൻ നമ്മൾ ക്ലിക്ക് ചെയ്യണം, ഫയൽ എന്നുള്ള ടാബ് ക്ലിക്ക് ചെയ്യുക. ഇപ്പം നമ്മൾ ബാക്ക് സ്റ്റേജ് വ്യൂവിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് എന്ത് സെലക്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്, ന്യൂ എന്നുള്ള ഓപ്ഷൻ, ഓപ്പൺ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ന്യൂവിൻ്റെ തൊട്ട് താഴെ തന്നെ ഓപ്പൺ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. ഓക്കെ, നമുക്കപ്പോൾ ഒരു സ്ക്രീൻ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാമെന്ന് നോക്കാം. ഫ്രം ഹിയർ എയ്തർ സെലക്ട് ദിസ് PC ഓർ സെലക്ട് ബ്രൗസ് ഓപ്ഷൻ. ഇവിടെ നിന്ന് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ദിസ് PC സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ ബ്രൗസ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ബ്രൗസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ച എന്തെങ്കിലും പവർ പോയിൻറ്റിൻ്റെ പ്രോഗ്രാം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ബ്രൗസ് ചെയ്ത് സെലക്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇത് പവർ പോയിൻറ്റ് ഞാൻ ഇവിടെ സെറ്റ് ചെയ്തിട്ടിരിക്കുന്ന ഒരു പവർ പോയിൻറ്റ് പ്രോഗ്രാമാണ്. ഇവിടെ നിന്ന് സെലക്ട് ചെയ്തിട്ട് ഓപ്പൺ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, നമ്മുടെ പവർ പോയിൻ്റ് പ്രസൻറ്റേഷൻ ഓപ്പൺ ആയി വരാൻ തുടങ്ങും. കണ്ടോ, നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടിരിക്കുന്ന പവർ പോയിൻ്റ് പ്രസൻറ്റേഷനാണ്. അതിപ്പോൾ നമ്മുടെ സ്ക്രീനിൽ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. പിന്നെ ഒന്നുകൂടെ നമുക്ക് ഫയലിലേക്ക് പോവാം. വേറെ എന്തൊക്കെയാണ് ഓപ്ഷൻ ഉള്ളത്, You can also choose OneDrive to open files stored on your OneDrive cloud account. നിങ്ങൾക്കിപ്പോൾ ഓൾറെഡി OneDrive ക്ലൗഡ് അക്കൗണ്ടൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അവിടെ നിന്ന് OneDrive എന്ന് പറയുന്നൊരു ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നമ്മുടെ ഡ്രൈവിലുള്ള, ഇപ്പോൾ ഇതിനകത്ത് കണക്ഷൻ ഇല്ലാത്തത് കൊണ്ടായിരിക്കണം, അല്ലെങ്കിലും ഇതിനകത്ത് ഡേറ്റാസ് ഒന്നും ഇട്ടിട്ടില്ല, നമ്മൾ ഡ്രൈവിനകത്തേക്ക് ഇട്ടിട്ടില്ലാത്തതുകൊണ്ട് ഇവിടെ ഡിസ്പ്ലേ ആയി വന്നിട്ടില്ല. അടുത്തത് when the open dialog box appears located and left, select your presentation file and click open. ഇവിടെ നിന്ന് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടിരിക്കുന്ന ഫയൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. അല്ലെങ്കിൽ ഇവിടുന്ന് ബ്രൗസ് ചെയ്തിട്ടും നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇവിടെ റീസെൻ്റ്ലി എന്നുള്ളത് എടുത്താലും ഞാനിവിടെ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഓരോ പവർ പോയിൻ്റ് പ്രസൻറ്റേഷൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിനകത്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഡേറ്റ് ഉൾപ്പെടെ ഇതിനകത്ത് വരുന്നുണ്ട്. ഫസ്റ്റ് പ്രസൻറ്റേഷൻ എന്താണെന്നുള്ളത് അതിൻ്റെ ടൈറ്റിൽ വന്നിട്ടുണ്ട്. കൂടാതെ ഒരു ഷെയർ ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ നമുക്ക് മെയിൽ വഴി എങ്ങാനും ഷെയർ ചെയ്യാനായിട്ടുള്ള ഫെസിലിറ്റി അവൈലബിൾ ആണ്. പിന്നെ ഇത് പിൻ ചെയ്തിട്ടുണ്ട്, നമ്മൾ ഈ പ്രസൻറ്റേഷനെ പിൻ ചെയ്തിട്ടിരിക്കുകയാണെന്ന് കാണിച്ചിട്ടുണ്ട്. ദെൻ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഡേറ്റും ടൈമും ഒക്കെ ഇതിനകത്ത്, അല്ലെങ്കിൽ നമ്മൾ എപ്പോഴാണ് ഇത് ഓപ്പൺ ചെയ്യുന്നത്, ഇപ്പോൾ നമ്മൾ റീസെൻ്റ്ലി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആ ഡേറ്റ് മോഡിഫൈ ആയിട്ട്, അതല്ലെങ്കിൽ എന്തെങ്കിലും എഡിറ്റിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഡേറ്റ് മോഡിഫൈ ചെയ്ത് കാണിക്കുന്നതായിരിക്കും.
അപ്പം ഇങ്ങനെയാണ് ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഡോക്യുമെൻറ്റിനെ നമ്മൾ എന്ത് ചെയ്യുക, ഓപ്പൺ ചെയ്ത് എന്തെങ്കിലും എഡിറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടുണ്ടെങ്കിൽ ഓപ്പൺ ചെയ്ത് നോക്കേണ്ടത്. അടുത്തത് ടു ക്രിയേറ്റ് പ്രസൻറ്റേഷൻ ഫ്രം ടെംപ്ലേറ്റ്സ്. ഇനി നമുക്ക് ടെംപ്ലേറ്റ്സിൽ നിന്ന് എങ്ങനെ പ്രസൻറ്റേഷൻ ഓപ്പൺ ചെയ്ത് അല്ലെങ്കിൽ പ്രസൻറ്റേഷൻ ക്രിയേറ്റ് ചെയ്തെടുക്കാം നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, നമ്മൾ ആദ്യത്തെ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട് എന്താണ് ടെംപ്ലേറ്റ്സ് എന്നുള്ളത്. ഇനി നമുക്ക് എങ്ങനെയാണ് ടെംപ്ലേറ്റിൽ പ്രസൻറ്റേഷൻ ക്രിയേറ്റ് ചെയ്യേണ്ടത് നോക്കാം. അതിന് നമ്മൾ എന്ത് ചെയ്യണം, ഫയൽ ടാബിലേക്ക് വരണം. നേരത്തെ പോലെ ഫയൽ ടാബിലേക്ക് വരിക. ഇവിടുന്ന് ഒരു നോർമൽ ഒരു പ്രസൻറ്റേഷൻ വെച്ച് നമുക്ക് ചെയ്ത് നോക്കാം, മീൻസ് ബ്ലാങ്ക് പ്രസൻറ്റേഷൻ. ഇവിടുന്ന് ഫയൽ ടാബിലേക്ക് വരിക. ദെൻ ഈ ബാക്ക് സ്റ്റേജ് വ്യൂവിനകത്ത് ന്യൂ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ന്യൂ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആദ്യം വരുന്നത് ബ്ലാങ്ക് പ്രസൻറ്റേഷൻ തന്നെയാണ്. കൂടാതെ ഇവിടെ നമ്മൾ മിക്കപ്പോഴും യൂസ് ചെയ്യുന്ന ആദ്യത്തെ എന്തെങ്കിലും ഇതിനു മുമ്പ് യൂസ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ടെംപ്ലേറ്റ്സ് ഒക്കെ ആദ്യം മേളിലേക്ക് വരും. താഴെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനുള്ള ടെംപ്ലേറ്റ്സ് എന്ത് ചെയ്യാം, ഇവിടെ നിന്ന് തന്നെ ചൂസ് ചെയ്യാൻ പറ്റും. അതാണ് പറഞ്ഞിരിക്കുന്നത്. സെവറൽ ടെംപ്ലേറ്റ്സ് വിൽ അപ്പിയർ. നമുക്ക് പലതരത്തിലുള്ള ടെംപ്ലേറ്റ്സ് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, ഈ സ്ക്രീനിൽ കാണാൻ പറ്റും. സെലക്ട് എ ടെംപ്ലേറ്റ്സ് ടു റിവ്യൂ ഇറ്റ്. അതിൻ്റെ റിവ്യൂ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് നോക്കുക. ഞാനിപ്പോൾ ഈ ഒരു ടെംപ്ലേറ്റ്സ് ഓപ്പൺ ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ എന്ത് സംഭവിച്ചു, ഒരു ഡയലോഗ് ബോക്സ് ഓപ്പണായി വന്നിട്ട് അതിനെപ്പറ്റി കുറച്ച് ഡീറ്റെയിൽസ് എന്തൊക്കെയാണ്, അതിൻ്റെ ഒരു ഫോർമാറ്റും കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് ഇവിടെ കൂടുതൽ ഇമേജസ് ഒക്കെ തന്നിട്ടുണ്ട്. ഇതാണ് ഒരു ടൈറ്റിൽ കണ്ടൻറ്റ്, മീൻസ് ഇപ്പോൾ നമ്മളൊരു ബാർഗ്രാഫോ അങ്ങനെ എന്തെങ്കിലും ഇൻസേർട്ട് ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും, ഈ ഒരു സ്ട്രക്ചറിലായിരിക്കും വരുന്നത്, ഈ ഒരു കളറിങ് ഒക്കെ ആയിരിക്കും. ദെൻ നമ്മളൊരു ഡയഗ്രാം പോലെ സെറ്റ് ചെയ്തിട്ടുള്ള അത് വരുന്ന ഒരു ഫോർമാറ്റ് ഇങ്ങനെയായിരിക്കും. പിന്നെ എന്തെങ്കിലും ഒരു പിക്ചർ എന്തെങ്കിലും ഇൻസേർട്ട് ചെയ്താൽ നമുക്കിതിനകത്ത് പിക്ചേഴ്സും വീഡിയോസും എല്ലാം ഇൻസേർട്ട് ചെയ്യാമല്ലോ. അപ്പോൾ പിക്ചേഴ്സ് ഇൻസേർട്ട് ചെയ്താലുള്ള ഒരു സ്ട്രക്ചർ ഇങ്ങനെയായിരിക്കും. ഇതാണ് ഒരു ജസ്റ്റ് ഒരു ഓവർവ്യൂ ഇങ്ങനെയാണ് എന്ന് കാണിക്കുന്നതാണ്. ജസ്റ്റ് നമ്മളൊന്ന് ടാപ്പ് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുക, ഇങ്ങനെ ഒരു ഡയലോഗ് ബോക്സ് ഓപ്പണായി വരുന്നു. അതിനെപ്പറ്റി ജസ്റ്റ് ഒരു ഓവർവ്യൂ നമുക്കൊരു ഐഡിയ തരുന്നു. നമുക്കിത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, ക്രിയേറ്റ് എന്നുള്ളത് കൊടുത്തിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ വേറെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതിൽ നിന്ന് ഏതെങ്കിലുമൊക്കെ സെലക്ട് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടേതായ ടെംപ്ലേറ്റ്സ് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന്, നമ്മളെ പ്രിഫറൻസ്, നമ്മുടെ ഇഷ്ടപ്പെട്ട കളറൊക്കെ വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടെംപ്ലേറ്റ്സ് നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ ഈ ഒരു ടെംപ്ലേറ്റ് തന്നെ സെലക്ട് ചെയ്ത് എന്ത് സംഭവിക്കും നോക്കാം. ഇവിടെ വന്നിട്ട് ക്രിയേറ്റ് ഓപ്ഷൻ ഞാൻ കൊടുക്കുകയാണ്. അപ്പോൾ അതൊരു ഡിഫോൾട്ട് ടെംപ്ലേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് ഞാൻ അടുത്ത സ്ലൈഡ് ഓപ്പൺ ചെയ്ത് ചാർട്ടൊക്കെ ആഡ് ചെയ്ത് എന്ത് സംഭവിക്കും, നേരത്തെ കണ്ട ആ ഒരു കളർ ഫോർമാറ്റിലേക്ക് അവർ നമുക്ക് എന്ത് ചെയ്യും, ചാർട്ട് ആഡ് ചെയ്ത് തരും. ഇതുകൂടാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എ പ്രിവ്യൂ ഓഫ് ദ ടെംപ്ലേറ്റ് വിൽ അപ്പിയർ എലോങ് വിത്ത് അഡീഷണൽ ഇൻഫോർമേഷൻ. അതിനെ പറ്റിയിട്ടുള്ള അഡീഷണൽ ഇൻഫോർമേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ആൻഡ് ഹൗ ടു ക്രിയേറ്റ് ആൻഡ് ഹൗ ദ ടെംപ്ലേറ്റ് ക്യാൻ ബി യൂസ്ഡ്. നിങ്ങൾക്ക് എങ്ങനെയാണ് ആ ടെംപ്ലേറ്റ് യൂസ് ചെയ്യാൻ പറ്റുന്നതെന്നുള്ളത് ഒരു ഐഡിയ ഒക്കെ അവർ തന്നിട്ടുണ്ടായിരുന്നു. ക്ലിക്ക് ക്രിയേറ്റ് ടു യൂസ് ദ സെലക്റ്റഡ് ടെംപ്ലേറ്റ്. നമ്മൾ സെലക്ട് ചെയ്ത ടെംപ്ലേറ്റിനെ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തെടുത്തത്, അവിടെ ആ ഡയലോഗ് ബോക്സിൽ ക്രിയേറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. അത് ക്ലിക്ക് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു, നമുക്കിഷ്ടപ്പെട്ട ടെംപ്ലേറ്റ് അവിടെ ഓപ്പണായി വന്നു. നൗ എ ന്യൂ പ്രസൻറ്റേഷൻ ഫയൽ വിൽ അപ്പിയർ വിത്ത് ദ സെലക്റ്റഡ് ടെംപ്ലേറ്റ്. നമ്മൾ സെലക്ട് ചെയ്ത ടെംപ്ലേറ്റ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, ഒരു സ്ക്രീൻ അപ്പിയറായി വന്നായിരുന്നു. ഇതാണ് നമ്മൾ സെലക്ട് ചെയ്തിരുന്ന ആ ടെംപ്ലേറ്റ് വെച്ച് വന്ന സ്ക്രീനാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ദെൻ you can also search for a template online if you don't find a type that suits you on the backstage view. നിങ്ങൾ ഈ ബാക്ക്സ്റ്റേജ് വ്യൂവിൽ നോക്കിയ സമയത്ത്, ഇപ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് നോക്കുകയാണ്, ഈ നോക്കിയ സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട, നിങ്ങളുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ നിങ്ങളുടെ ഐഡിയാസിനൊത്ത് വരുന്ന ഒരു ടെംപ്ലേറ്റ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഇതുപോലത്തെ ഓരോ ടെംപ്ലേറ്റ്, ഇപ്പം ഇവിടെ ഞാൻ ഈ കളറിന് പകരം വേറെ കുറച്ചും കൂടെ ഒരു അട്രാക്റ്റീവായിട്ടുള്ള കളറൊക്കെയാണ് ഉദ്ദേശിച്ചത് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ വന്നിട്ട് നമുക്കിഷ്ടപ്പെട്ട എന്തെങ്കിലും നമ്മുടെ ഐഡിയയിലുള്ള ടെംപ്ലേറ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ വന്ന് ഈ കണ്ടൻറ്റ് വെച്ച് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ടെംപ്ലേറ്റ് നമ്മുടെ പ്രസൻറ്റേഷൻ എങ്ങനെയായിരിക്കണം എന്നുള്ളത് നമ്മുടെ ഇഷ്ടം അനുസരിച്ചാണ് നമ്മുടെ പ്രസൻറ്റേഷൻ ചെയ്യുന്നത്. ആ പ്രസൻറ്റേഷന് സ്യൂട്ടായിട്ടുള്ളതും കംഫർട്ടായിട്ടുള്ള ഒരു ടെംപ്ലേറ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഓൺലൈനിൽ നിന്ന് സെർച്ച് ചെയ്തെടുക്കാനും പറ്റും.
ഓക്കെ, നമുക്കപ്പോൾ അടുത്ത എങ്ങനെയാണ് സേവ് അതായത് നമ്മളൊരു പ്രസൻറ്റേഷനെ എങ്ങനെ നമുക്ക് സേവ് ചെയ്യാൻ നോക്കാം. അതിന് മെയിൻലി നോർമലി നമ്മൾ ഇതുപോലെ ഈ ബാക്ക് സ്റ്റേജ് വ്യൂ ആണ് നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണാൻ പറ്റുന്നത്. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ആയിരിക്കും ഡിഫോൾട്ട് നിങ്ങളുടെ പവർ പോയിൻ്റ് പ്രസൻറ്റേഷൻ. ഇവിടെ വരിക, ഫയൽ എന്നുള്ള ടാബ് ക്ലിക്ക് ചെയ്യുക. ഫയൽ എന്നുള്ള ടാബിൽ സേവ് എന്നും സേവ് അസ് എന്നും 2 ഓപ്ഷൻസ് കാണാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഓൾറെഡി ചെയ്ത് വെച്ച ഒരു പവർ പോയിൻ്റ് പ്രസൻറ്റേഷനെ നമുക്ക് എന്തെങ്കിലും എഡിറ്റിങ്സ് വരുത്തിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സേവ് കൊടുത്താൽ എന്ത് സംഭവിക്കും, അത് ചേഞ്ചസോടുകൂടി ആ പവർ പോയിൻ്റ് പ്രസൻറ്റേഷൻ സേവ് ആവാൻ തുടങ്ങും. ഇപ്പോൾ നമ്മൾ പുതിയൊരു പ്രസൻറ്റേഷനാണ് സേവ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ നോർമലി സേവസ് ആണ് കൊടുക്കാറ്. ഞാനപ്പോൾ ഇവിടെ സേവസ് കൊടുക്കാൻ പോവാണ്. സേവേഴ്സ് കൊടുക്കുമ്പോൾ അവർ ചോദിക്കും നിങ്ങൾക്ക് ഏത് ലൊക്കേഷനിലാണിത് സേവ് ചെയ്യേണ്ടത്, ഡ്രൈവിലാണോ പി സിയിലാണോ. അപ്പോൾ നോർമലി നമ്മൾ നമ്മുടെ സിസ്റ്റത്തിലാണ് സേവ് ചെയ്യണമെങ്കിൽ പി സി എന്നുള്ളത് സെലക്ട് ചെയ്യും. അവിടെ ഏത് ഫോൾഡറിലാണ്, ഞാനിപ്പോൾ ഓൾറെഡി ഇവിടെ പവർ പോയിൻ്റ് എന്ന് പറഞ്ഞൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാണ് ഇവിടെ പവർ പോയിൻ്റ് എന്ന് പറയുന്നൊരു ഫോൾഡർ കാണുന്നത്. കൂടാതെ ന്യൂ ഫോൾഡർ ഉണ്ട്, ഡോക്യുമെൻറ്റ്, ഡെസ്ക്ടോപ്പ്. ഇതിലെവിടെ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ചൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ പവർ പോയിൻ്റ് എന്ന് പറയുന്ന ഫോൾഡർ ഞാൻ ചൂസ് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു, ഇങ്ങനെ ഒരു ഡയലോഗ് ബോക്സ് ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഇതാണ് എൻ്റെ പവർ പോയിൻ്റ് എന്ന് പറയുന്ന ഫോൾഡർ ഇപ്പോൾ ഓപ്പൺ ആയി നിൽക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ ഡെസ്ക്ടോപ്പിൽ പവർ പോയിൻ്റ് എന്ന് പറയുന്ന ഫോൾഡറാണ്. ഇതിപ്പോൾ നിങ്ങൾ ഫയൽ നെയിം എന്നുള്ളത് ഇവിടെ പ്രത്യേകിച്ച് പേരൊന്നും കൊടുക്കാത്തത് കൊണ്ട് എന്ത് സംഭവിക്കും, പ്രസൻറ്റേഷൻ 1 എന്നുള്ള ഡിഫോൾട്ട് നെയിമിൽ എന്താവാൻ തുടങ്ങും, ഈ പവർ പോയിൻ്റ് സേവ് ആവാനായിട്ട് തുടങ്ങും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേരെന്തെങ്കിലും ഈ ഒരു ഫയൽ നെയിമിൻ്റെ ഇവിടെ കൊടുക്കാം. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് ABC എന്ന് മാത്രം കൊടുക്കുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യാം, സേവ് ചെയ്യാം. അതുകൂടാതെ ഇപ്പോൾ നമ്മളെ പവർ പോയിൻ്റ് പ്രസൻറ്റേഷൻ സേവ് ചെയ്യുന്നതിൻ്റെ ഫയൽ ടൈപ്പ് എന്ന് പറയുമ്പം എന്താണ്, പവർ പോയിൻ്റ് പ്രസൻറ്റേഷൻ. ഈ ഒരു ഡ്രോപ്പ് ഡൗൺ നമുക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരുപാട് ഫയൽ ഫോർമാറ്റ് നമുക്കിവിടെ കാണാൻ പറ്റും. ഇതിൽ നമ്മുടെ പവർ പോയിൻ്റ് പ്രസൻറ്റേഷൻ എന്നുള്ളതാണ് നമ്മുടെ ഫയൽ ഫോർമാറ്റ് വരുന്നത്. സേവ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും, കണ്ടോ, ആ ഒരു പവർ പോയിൻ്റ് സേവ്ഡ് ആണെന്ന് നമുക്കിവിടെ കാണാൻ പറ്റും. സേവ്ഡ് ടു ദിസ് PC. ഈ PC-യിൽ ഈ പവർ പോയിൻ്റ് പ്രസൻറ്റേഷൻ സേവ് ആയിട്ടുണ്ട്. നമ്മുടെ പവർ പോയിൻ്റിൻ്റെ പ്രസൻറ്റേഷൻ സേവ് ചെയ്യുന്നത് എപ്പോഴും .ppt എന്ന് പറയുന്ന വേർഡ് മീൻസ് ഒരു ഫയൽ ടൈപ്പായിട്ടായിരിക്കും സേവ് ആവുന്നത്. നിങ്ങൾക്കറിയാം, ഇപ്പോൾ വേർഡ്, പവർ പോയിൻ്റ്, എക്സൽ ഇങ്ങനെ വരുമ്പോഴത്തേക്കും വേർഡ് നോർമലി .doc എന്ന് പറയുന്ന ഫോർമാറ്റിലായിരിക്കും സേവ് ആവുന്നത്. എക്സൽ ആണെങ്കിൽ .xxl എന്നുള്ള ഒരു ഫയൽ ടൈപ്പിലായിട്ടായിരിക്കും സേവ് ആവുന്നത്. പവർ പോയിൻറ്റിൻ്റെ കേസ് വരുമ്പോൾ .ppt എന്ന് പറയുന്ന ഫോർമാറ്റിലാണ് ഇത് സേവ് ആവുന്നത്. അപ്പോൾ ഇത് ഇത്രയാണ് മെയിൻലി സേവ് എങ്ങനെയാണ് ഒരു പവർ പോയിൻ്റ് പ്രസൻറ്റേഷൻ സേവ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇത്രയും പോർഷനകത്ത് നമ്മൾ പറയുന്നത്.